ഗായത്രി ദേവി എൻ്റെ അമ്മ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഭിഷേകിൻ്റെ ബർത്ത്ഡേ ദിവസം തന്നെയാണ് കേട്ടോ. അഭിഷേകും അതുപോലെ തന്നെ മാഷും കൂടി അമ്പലത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാഷ് നോക്കുമ്പോഴത്തേനും അഭിഷേക് അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഭിക്ഷ കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നത്, പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, എന്തായാലും ഇത് മാത്രം പോരാ, ഞങ്ങൾക്ക് കേക്ക് കൂടെ വേണം എന്ന രീതിയിലൊക്കെ അവർ പറയാണ്ടോ ചെയ്യുന്നത്. അപ്പോൾ ദേവരാജ മാഷോട് ചോദിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട് അപ്പോഴത്തേനും. അപ്പോൾ പറയുന്നുണ്ട്, വാങ്ങിച്ചു കൊടുക്ക് എന്തായാലും എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ അവർക്കെല്ലാം തന്നെ കേക്ക് വാങ്ങിക്കൊടുത്തതിന് ശേഷം അവിടെ വെച്ച് തന്നെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ നടക്കുക ചെയ്യുന്ന കേട്ടോ. അപ്പോഴത്തേനും മാഷിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. മാഷ്, നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോവാം, അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നമാവും എന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്നാൽ നമുക്ക് എന്തായാലും ഞാനൊരു ഹോട്ടലിൽ കൊണ്ടുപോകാൻ നിന്നെ എന്ന് അഭിഷേകിനോട് പറയാണ്. എന്തിനാണ് സാർ എന്ന് ചോദിക്കുക. നമുക്ക് രണ്ടുപേർക്കും സദ്യ കഴിക്കണം, ഇന്ന് എൻ്റെ വകയാണ് സദ്യ എന്ന് പറയുകയാണ്. അതൊന്നും വേണ്ട മാഷേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എന്തായാലും നീ നാളെ ജോയിൻ ചെയ്യാനും കൂടിയും പോവുമല്ലേ, എന്തായാലും ഇന്നൊരു സദ്യ തന്നെ കഴിക്കാമെന്ന് പറയുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് ശേഷം വീണ്ടും അവർ ഹോട്ടലിലേക്ക് പോവാട്ടോ ചെയ്യുന്നത്. ഹോട്ടലിലേക്ക് പോയതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അഭിഷേക് പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട്, എന്താ മോനെ നിനക്കൊരു വിഷമം? എന്താണെന്നറിയില്ല, ഗായത്രി അമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുകയാണ്. നീ നിമ്മിയെ വിളിച്ചു? നിമ്മി ആൻറ്റീൻ്റെ ഫോണിലേക്കാണ് വിളിച്ചത്. തമ്പി അണ്ണൻ്റെ ഫോണ് സ്വിച്ച് ഓഫാണ്. എന്താ അറിയില്ല, നിമ്മി ആൻറ്റിയും ഫോൺ എടുക്കുന്നില്ല. ഞാൻ നാളെ തന്നെ പോയിട്ട് അമ്മയെ ഒന്ന് കാണട്ടെ. നീ നാളെ ജോയിൻ ചെയ്യല്ലേ മോനെ, ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ പോരെ? പക്ഷേ എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്നുണ്ട്, എത്രയും പെട്ടെന്നൊന്ന് കണ്ടാൽ അത്രയും സമാധാനം, എനിക്കൊന്ന് പോകണം എന്നുണ്ട് എന്നൊക്കെ പറയാം കേട്ടോ ദേവരാജ മാഷ്. നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യല്ലാതെ ഇപ്പോൾ ഞാനെന്താണ് പറയാനായിട്ട് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് വീട്ടിലാണ്, ദേവരാജ മാഷിൻ്റെ വീട്ടിലാണ് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ അമ്മമ്മയാണെങ്കിലോ ദേവുവിനെ തെരഞ്ഞുകൊണ്ട് നടക്കുന്ന സമയത്ത് തന്നെ അഭിഷേക് ഇന്ന് ജോയിൻ ചെയ്യാനായിട്ട് പോവാണ്, ഒരുങ്ങി നിൽക്കുന്നുണ്ട്. മോൻ പോവാനായോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഇപ്പോൾ പോവും അമ്മമ്മ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അമ്മമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. മോൻ നന്നായിരിക്കട്ടെ എന്ന് പറയുന്നു. അമ്മമ്മയെ ദേവ് എവിടെയെന്ന് ചോദിക്കണം. അവളെയാണ് ഞാൻ ഈ തെരഞ്ഞുകൊണ്ട് നടക്കുന്നത്, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, അവളുടെ സ്വഭാവം അനുസരിച്ച് എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ സംശയം. അങ്ങനെ ദേവരാജൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അമ്മായി, അവൻ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുക, അമ്മായി പോയിട്ട് ഭക്ഷണം എടുത്ത് വെക്കുക എന്ന് പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇറങ്ങണം, ഇന്നിത്തിരി നേരത്തെ അവിടെ ചെന്നെത്തിയാലും കുഴപ്പമില്ല, ആദ്യമായിട്ടിന്ന് പോണ ദിവസമല്ലേ, ഒരിക്കലും വഴുകാനായിട്ട് പാടില്ല മോനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശരി, ദേവ് കൂടി വന്നിട്ട് കഴിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവു എന്ന് വിളിച്ചിട്ട് അമ്മമ്മ അതിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവു അവിടെ നിന്ന് കുറച്ച് പൂവൊക്കെ പെറുക്കിയിട്ട് മതിലിൻ്റെ മേലെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം താഴോട്ട് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അമ്മമ്മ, ദേവു നീ എന്താണ് ഇങ്ങനെ, നിനക്കിപ്പോൾ എത്ര പ്രായം നിനക്കറിയോ, ഇനി കളിച്ച് തുള്ളി നടക്കേണ്ട സമയമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടോ, അഭിഷേക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്, അവനിന്ന് ജോയിൻ ചെയ്യുകയാണ്. നിന്നെ ഒന്ന് കണ്ടിട്ട് പോകണം, നിന്നോടൊന്ന് യാത്ര പറഞ്ഞിട്ട് പോകണമെന്ന് അവൻ്റെ ആഗ്രഹമുണ്ട്, എന്നാലും ഒന്ന് ചെല്ല് എന്ന് പറയുന്നുണ്ട്. അവൻ എന്തിനാ എന്നോട് യാത്ര ചോദിക്കുന്നത്, അവന് വേണമെങ്കിൽ പോയിക്കോട്ടെ, അവൻ്റെ കാര്യത്തിൽ ഇപ്പോഴും എന്നോട് ഒരു കാര്യം ആരും പറയാനായിട്ട് നിൽക്കണ്ട, ഇപ്പോഴും കലിപ്പ് തുള്ളി നിൽക്കുകയാണ് കേട്ടോ ദേവു. അച്ഛൻ പറയുന്നുണ്ട്, അവൻ്റെ പോലെ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നും എന്തെങ്കിലും ഒരു പൊസിഷനിൽ നീ എത്തുമായിരുന്നു. ഇപ്പം എന്താണ്, എങ്ങനെയൊക്കെയോ കഷ്ടിച്ച് പാസ്സായെന്ന് മാത്രം, വേറെ ഒന്നും ഇവിടെ സംഭവിച്ചില്ല. ആരുടെയെങ്കിലും അടുക്കളപ്പുറത്തായിരിക്കും നിൻ്റെ ജീവിതം, അല്ലാതെ നിനക്ക് ജോലിയൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ല ദേവു എന്നൊക്കെ ദേവിനോട് പറയാം. അതെൻ്റെ കാര്യമല്ലേ, എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ എങ്ങനെ ഞാൻ ജീവിച്ചോളാം അമ്മമ്മയെന്ന്. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ്. നീ വന്നിട്ട് കഴിക്കുക, അവൻ്റെ അടുത്ത് യാത്ര പറയുമെന്ന് പറയുന്നു. അപ്പോഴത്തേനും അമ്മമ്മ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേനും അഭിഷേകിൻ്റെ ബൈക്കിൻ്റെ അവിടെ വന്നിട്ട് ദേവു ആ പൂവൊക്കെ അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ നിൽക്കുമ്പോഴത്തേനും അഭിഷേക് കാണുന്നുണ്ട്. അഭിഷേക് അടുത്തേക്ക് വരുമ്പോഴത്തേനും ഞാനിത് എൻ്റെ അച്ഛൻ്റെ ബൈക്കായതുകൊണ്ടാണ് പൂ ഇവിടെ വെച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് തന്നതല്ല എന്ന് പറഞ്ഞിട്ട് ദേവു അങ്ങനെ ദേഷ്യത്തോടുകൂടി കടന്നു പോകുന്നുണ്ട്. ദേഷ്യം പോകുമ്പോഴത്തേനും ദേവ് പോകുമ്പോഴത്തേനും ഒരു പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്ന അഭിഷേകിനെയാണ് കേട്ടോ അവിടെ കാണുന്നത്. പിന്നീട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ അഭിഷേക് ചോദിക്കുന്നുണ്ട്, മാഷേ ഞാൻ നാളെ തന്നെ പോയിട്ട് അമ്മയെ കൂട്ടിക്കൊണ്ട് വരുന്നാലോ എന്ന് ചിന്തിക്കുകയാണ്. അപ്പോഴത്തേനും അമ്മമ്മ ചോദിക്കുന്നു, അതിന് വാടക വീടൊക്കെ എടുക്കണ്ടേ? വാടക വീട് എടുക്കണം, അമ്മയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവിടെ നിന്ന് നോക്കിയെടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അമ്മയല്ലേ വീട്ടിനകത്ത് പെരുമാറേണ്ടത്, അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട് എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം മാഷ് പറയുന്നുണ്ട്, എന്തായാലും വാടക വീട് എടുത്തോളൂ, പക്ഷേ വേണമെങ്കിൽ അത്രയും ദിവസം ഇവിടെ നിൽക്കാമല്ലോ അമ്മയ്ക്ക്.
അപ്പോഴത്തേനും ദേവ് പറയുന്നുണ്ട്, എന്തായാലും ഇവനെ സഹായിച്ചു, ഇനി ഇവൻ്റെ അമ്മയെ കൂടെ സഹായിക്കണോ എന്ന് പറയണം. അപ്പോൾ ദേവു എന്താ നീ പറയുന്നതെന്ന് മാഷ് ചോദിക്കുമ്പോൾ അവിടെ കഴിക്കുന്ന ഭക്ഷണം കളഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റിട്ട് പോവുക കേട്ടോ ദേവു പാല ചെയ്യുന്നത്. അതിനുശേഷം അഭിഷേകിന് നല്ല സങ്കടമുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മോൻ ഇത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, ഇതെപ്പോഴും ഉള്ളത് തന്നെയല്ലേ, നിനക്കിത് അറിയാത്തതൊന്നും അല്ലല്ലോ മോനെ, നീ ടെൻഷൻ അടിക്കണ്ട, നീ കഴിച്ചിട്ട് പോകാൻ നോക്കിയെന്ന് പറയുന്നു. അങ്ങനെ ആദ്യമായിട്ട് തന്നെ അഭിഷേക് കമ്പനിയിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേനും അമ്മയുടെ അനുവാദമൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പോവുക അമ്മേ, ഇന്ന് ജോയിൻ ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം അവിടുത്തെ ഓഫീസറിനെയൊക്കെ കാണുന്നുണ്ട്. മാനേജറായിട്ടാണ് അഭിഷേക് അവിടെ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും വെൽക്കം ചെയ്യുന്നുണ്ട് അഭിഷേകിനെ. അതിനുശേഷം തന്നെ അവിടേക്ക് സീറ്റിനകത്ത് പോയിരിക്കുമ്പോഴത്തേനും എന്തായാലും അമ്മയുടെ കുറച്ച് ഓർമ്മകളൊക്കെ അഭിഷേകിന് വരിക കേട്ടോ ചെയ്യുന്നത്. അമ്മയൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് വിളിക്കുമ്പോഴത്തേനും നിമ്മിയാണെങ്കിലും ഫോൺ എടുക്കുന്നില്ല. നിമ്മിയുടെ ഹസ്ബൻഡാണ് വന്ന് ചോദിക്കുന്നുണ്ട്, നിമ്മി എന്തുകൊണ്ടാണ് നീ ഫോൺ എടുക്കാത്തത്? അത് അഭിഷേകാണ്, എന്താണ് ഞാൻ അവനോട് പറയേണ്ടത്? എന്തായാലും നീ പറഞ്ഞല്ലേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഗായത്രി ദേവിക്ക് എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാൻ നിമ്മിക്ക് മടിയാവുന്നുണ്ട്. അവനോട് തന്നെ നേരിട്ട് പറയാം എന്നൊക്കെ പറയാം കേട്ടോ നിമ്മി ഹസ്ബൻഡിനോട്. അതിനുശേഷം കാണിക്കുന്നത് ഹെഡ് മാഷിൻ്റെ വീട്ടിലാണ്. മാഷിൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ അഭിഷേക് ചെയ്യുന്നത്. മോനോ നീ വന്നോ, വായോ, ഇരിക്കും മോനെ എന്ന് പറയുമ്പോഴത്തേനും ഞാനിവിടെ നിന്നോളാം സാറേ എന്ന് പറയുകയാണ്. എന്താടോ റിട്ടയർഡായി, ഇനി അത്ര ബഹുമാനമൊന്നും തരേണ്ട ആവശ്യമില്ല, മോൻ ഇരിക്കുമെന്ന് പറയാം. ഇന്ന് ജോയിൻ ചെയ്യാൻ പോയി അല്ലേ? ഞാൻ അവിടെ പോയിട്ട് നേരെ ഇങ്ങോട്ടാണ് വന്നത്, മാഷിനോട് അനുവാദം ചോദിക്കണം, മാഷിൻ്റെ അനുഗ്രഹം വേണം എന്ന് പറയണേ. എൻ്റെ അനുഗ്രഹം മോന് എപ്പോഴും ഉണ്ടാവും. മോന് എവിടെ സുനന്ദ എവിടെയാണെന്ന് ചോദിക്കുക, അവളിവിടെ ഉണ്ട്. എന്തായാലും നല്ല രീതിക്ക് തന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, പഠിച്ച് വലിയ മിടുക്കനായല്ലോ, എന്തായാലും ഇന്ന് ജോയിൻ ചെയ്തു, ഇത് നിൻ്റെ ആ വിഷമങ്ങളൊക്കെ മാറട്ടെ മോനെ എന്ന് പറയട്ടെ ചെയ്യുന്നത്. അങ്ങനെ സുനന്ദയെ ഒന്ന് വിളിക്കാവോ, എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, ഒന്ന് മാഷിനോട് അനുവാദം ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഉണ്ട് എന്ന രീതിയിലൊക്കെ അഭിഷേക് മാഷിനോട് പറയുന്നുണ്ട്. അപ്പോൾ മാഷ് എന്താണാവോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് മാഷിനും അറിയില്ല. തൻ്റെ അമ്മയെ കാണണം, അല്ലെങ്കിൽ അമ്മയ്ക്കൊരു വീട് വേണം എന്നൊക്കെയാണ് അഭിഷേകിൻ്റെ ആഗ്രഹമൊക്കെ. ഇനിയിപ്പോൾ അതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും അറിയാൻ പറ്റിയിട്ടില്ല. എന്തായാലും സുനന്ദയെ വിളിക്കാൻ പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി സുനന്ദനെയാണ് നമുക്ക് കാണേണ്ടത് ആരാണെന്നുള്ളത്. അതിനുശേഷം ഭാര്യയെ വിളിച്ചിട്ട് മോൻ വന്നിട്ടുണ്ട്, അഭിഷേക് വന്നിട്ടുണ്ട്, നീ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഭാര്യയെ അകത്തേന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ.